Hi students, welcome to our lectures from CS305 Microprocessors and Microcontrollers. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് 8086-ൻ്റെ ബസ് ഓപ്പറേഷനാണ്. 8086-ൽ ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും മൾട്ടിപ്ലെക്സ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 8086 need a 16-bit data bus and 20-bit address bus. അതിൽ A0 to A15 ആൻഡ് D0 to D15 ഈ 15 പിൻസ് നമ്മൾ മൾട്ടിപ്ലെക്സ് ചെയ്ത് AD0 to AD15 എന്ന നെയിമിലാണ് മൾട്ടിപ്ലെക്സ്ഡ് ഫോർമാറ്റിലാണ് യൂസ് ചെയ്യുക. മെയിനായിട്ടും നമ്മൾ ബസ്സസ് യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് അല്ലെങ്കിൽ ഡാറ്റ പാസ് ചെയ്യാനാണ്. അപ്പോൾ ഒരു മെമ്മറിയിൽ നിന്ന് പ്രൊസസ്സറിലേക്കോ അല്ലെങ്കിൽ പ്രൊസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കോ ഒരു ഡാറ്റ റൈറ്റ് ചെയ്യുകയോ റീഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബസ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുക. സോ ഇഫ് ദ ഡാറ്റ ആർ റിട്ടേൺ ടു ദ മെമ്മറിയിലേക്ക് നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ഒരു 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഫസ്റ്റ് തിങ്, മൈക്രോ പ്രൊസസ്സർ ഏത് ലൊക്കേഷനിലേക്കാണോ റൈറ്റ് ചെയ്യുന്നത് ആ അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യും. അതിനുശേഷം ഔട്ട്പുട്ട് ചെയ്യേണ്ട ഡാറ്റേനെ ഡാറ്റാ ബസ്സിൽ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് സിഗ്നൽ ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ മെമ്മറി ഓർ IO ഓപ്പറേഷനിൽ 1 ആക്കി സെറ്റ് ചെയ്യും. അപ്പം മെമ്മറി ഓപ്പറേഷനാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിഗ്നലിനെ 1 ആക്കി സെറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ ഇഫ് ഡാറ്റ ആർ റീഡ് ഫ്രം ദ മെമ്മറിയിൽ നിന്നൊരു ഡാറ്റ റീഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രൊസസ്സർ ഏത് ലൊക്കേഷനിൽ നിന്നാണോ ഡാറ്റ റീഡ് ചെയ്യുന്നതെന്നുള്ള അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു റീഡ് സിഗ്നൽ ഇഷ്യൂ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഡാറ്റാ ബസ് വഴി ആ ഡാറ്റേനെ ആക്സെപ്റ്റ് ചെയ്യും. സോ റീഡ് ഓപ്പറേഷൻ ആണെങ്കിലും റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടോട്ടൽ ടൈമിനെയാണ് ഒരു ബസ് സൈക്കിൾ എന്ന് പറയുന്നത്. ബസ് സൈക്കിൾ ഈസ് ദ ടൈം റിക്വയർഡ് ടു മേക്ക് എ സിംഗിൾ റീഡ് ഓർ റൈറ്റ് ട്രാൻസാക്ഷൻ. ഒരു CPU മെമ്മറിയും തമ്മിലുള്ള ഒരു റീഡ് ഓപ്പറേഷനോ റൈറ്റ് ഓപ്പറേഷനോ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ബസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ബസ് സൈക്കിൾ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് മിനിമം 4 ക്ലോക്ക് സൈക്കിൾസ്. 4 ക്ലോക്ക് സൈക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു ബസ് സൈക്കിൾ. ഈ ക്ലോക്ക് സൈക്കിളിനെ T1, T2, T3, T4 എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഒരു വെയിറ്റ് സൈക്കിൾ നമുക്ക് ആഡ് ചെയ്യാം, അതാണ് TW. ഇറ്റ്സ് യൂഷ്വലി ഇൻസർട്ടഡ് ഇൻ ബിറ്റ്വീൻ T3 ആൻഡ് T4. ഇവർക്കെല്ലാം ഓരോ ക്ലോക്ക് സൈക്കിളിനും ഈക്വൽ ഡ്യൂറേഷൻ ആയിരിക്കും. 8086-ൻ്റെ ഒരു ജനറൽ ബസ് ഓപ്പറേഷൻ സൈക്കിളിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിന് 2 പാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് മെമ്മറി റീഡ് സൈക്കിളും ഒന്ന് മെമ്മറി റൈറ്റ് സൈക്കിളും. ഈ 2 ഓപ്പറേഷൻ ആണെങ്കിലും പെർഫോം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് 4 ക്ലോക്ക് സൈക്കിൾസ് വേണം. T1, T2, T3 ആൻഡ് T4. അതിൻ്റെ ഇടയിലൊരു വെയിറ്റ് സ്റ്റേറ്റ് ഉണ്ട് TW. അത് T3ക്കും T4നും ഇടയ്ക്കാണ് പ്ലേസ് ചെയ്യുക. ഓരോ ക്ലോക്ക് സൈക്കിളിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി ഇങ്ങനൊരു മെമ്മറി റീഡ് സൈക്കിളോ മെമ്മറി റൈറ്റ് സൈക്കിളോ പെർഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ കറസ്പോണ്ടിങ് സിഗ്നലുകളാണ് എനേബിൾ ചെയ്യുക ഡിസേബിൾ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ് അതിൻ്റെ താഴെ നമ്മൾ ഓരോന്നും ഹൈ ആക്കിയും ലോ ആക്കിയും ചെയ്യുന്നത് വഴി ഡിനോട്ട് ചെയ്യുന്നത്. ആദ്യത്തെ സിഗ്നലാണ് ALE, അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന സിഗ്നൽ. ഈ സിഗ്നലിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാലിഡ് അഡ്രസ് ബസ്സിൽ പ്രസൻ്റ് ആവുമ്പോഴാണ് ALE ഹൈ ആവുക. അപ്പോൾ ഡ്യൂറിങ് T1 ക്ലോക്ക് സൈക്കിൾ ALE എപ്പോഴും ആക്റ്റീവായിരിക്കും. ബാക്കി എല്ലാ ക്ലോക്ക് സൈക്കിളിലും ALE ലോ വാല്യൂ ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് S2 ബാർ ടു S0 ബാർ. S2 ബാർ, S1 ബാർ ആൻഡ് S2 ബാർ. ഇതൊരു സ്റ്റാറ്റസ് ബിറ്റാണ്. സ്റ്റാറ്റസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ബൈ ദി പ്രൊസസ്സർ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്നാണ് S0 ബാർ, S1 ബാർ, S2 ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ആക്റ്റീവ് ആവുന്നത് പ്രീവിയസ് സൈക്കിളിൻ്റെ T4 ക്ലോക്ക് സൈക്കിൾ തൊട്ട് കറണ്ട് സൈക്കിളിൻ്റെ T1, T2 വരെയാണ് ഇതിന് ആക്റ്റീവായിട്ട് ഇത് വർക്ക് ചെയ്യുക. ബാക്കി പിന്നെ വീണ്ടും ഇത് എന്താ പറയുക ലോ വാല്യൂ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണ് S2 ബാർ, S0 ബാർ ആൻഡ് S1 ബാർ വർക്ക് ചെയ്യുന്നത്. പ്രീവിയസ് ക്ലോക്ക് സൈക്കിളിൻ്റെ T4 തൊട്ട് കറണ്ട് ക്ലോക്ക് സൈക്കിളിൻ്റെ T2 വരെയായിരിക്കും ഇത് അപ്രോക്സിമേറ്റ്ലി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. ദെൻ അഡ്രസ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അഡ്രസ് ഓർ സ്റ്റാറ്റസ് ലൈൻ ദാറ്റ് ഈസ് A16 to A19 ആൻഡ് S3 to S7. ഈ 4 സ്റ്റാറ്റസ് ലൈൻസും അതുപോലെ തന്നെ അഡ്രസ് ലൈൻസിൻ്റെയും ഡിനോട്ട് ചെയ്യുന്ന ടൈമിംഗ് ഡയഗ്രമാണ് അതിന് ശേഷം കാണിച്ചിരിക്കുന്നത്. അതിൽ T1 ക്ലോക്ക് സൈക്കിളിൽ അഡ്രസ് ലൈൻസ് ആയിരിക്കും ആക്റ്റീവായിട്ട് ഉണ്ടാവുക. A16 to A19 ആയിരിക്കും ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ഇനി S3
S4, S5, S6 ആൻഡ് S7 ഈ 4 സിഗ്നൽസ് ആക്റ്റീവ് ആവുന്നത് T2, T3, T4 ആൻഡ് TWR ക്ലോക്ക് സൈക്കിളിലാണ് സ്റ്റാറ്റസ് സിഗ്നലുകൾ ഹൈ ആവുക. അതിൽ S3യും S4ഉം ടുഗദർ ഇൻഡിക്കേറ്റ് സെഗ്മെൻറ്റ് രജിസ്റ്റർ. ഏത് സെഗ്മെൻറ്റ് രജിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് S3യും S4ൻ്റെയും കോമ്പിനേഷൻ വഴി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതിൽ S5 എന്ന് പറയുന്നത് ഇൻ്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ് ബിറ്റ് സ്റ്റാറ്റസ് ആണ്. S6 എന്ന് പറയുന്നത് ഓൾവേസ് ലോ ആയിരിക്കും, എപ്പോഴും ലോ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് S6. അതുപോലെ തന്നെ S7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2, T3, T4 ആക്റ്റീവ് ആവുന്ന ഒരു സ്റ്റാറ്റസ് ലൈനാണ്. നെക്സ്റ്റ് ഈസ് അഡ്രസ് ഓർ ഡാറ്റ. അഡ്രസ് ഓർ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AD0 to AD15 എന്ന് പറയുന്ന ലൈൻസാണ്. അതിൽ T1 ക്ലോക്ക് സൈക്കിളിൽ അത് അഡ്രസ് ലൈനായിട്ടും ബാക്കി റിമൈനിങ് T2, T3, TW ആൻഡ് T4 ലൈൻസിൽ അത് ഡാറ്റ ബസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അഡ്രസ് ലാച്ച് എനേബിളിൽ T1 ഹൈ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലത്തെ അഡ്രസ് ലൈൻസ് A0 to A15 ഹൈ ആവും. ഇനി നെക്സ്റ്റാണ് BHE ബാർ, ബസ് ഹൈ എനേബിൾ എന്ന് പറയുന്ന സിഗ്നൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് ബാങ്കിൽ നിന്ന്, അതായത് നമ്മുടെ ഡാറ്റ D8 to D15 ഉള്ള ഹയർ ഓർഡർ ബൈറ്റ്സിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് BHE ബാർ എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. BHE ബാറിന് ആക്റ്റീവ് ആവുക, അതിൻ്റെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ D8 to D15 വരെയുള്ള ഡാറ്റാ ബസ് ലൈൻസിലേക്കാണ് ഡാറ്റേനെ റീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിഗ്നലാണ് BHE ബാർ. നെക്സ്റ്റ് ഇസ് റീഡ് ബാർ ഓർ INTA ബാർ. റീഡ് സിഗ്നലാണെങ്കിലും ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നലാണെങ്കിലും ആക്റ്റീവ് ലോ ആയിട്ടാണ് T2, T3 ആൻഡ് TW ക്ലോക്ക് സൈക്കിളിൽ വർക്ക് ചെയ്യുക. ഇത് ആക്റ്റീവ് ഹൈ ആവുന്നത് ഡ്യൂറിങ് T1 ക്ലോക്ക് സൈക്കിളായിരിക്കും. അതിൽ റീഡ് സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൊസസ്സർ ഒരു മെമ്മറി അല്ലെങ്കിൽ IO ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ INTA ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ ലോ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ ഒരു ഇൻ്ററപ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇത് ലോ വാല്യൂ കാണിക്കുക. ഇവർ INTA പറഞ്ഞ സിഗ്നൽ ലോ വാല്യൂ കാണിക്കുക. ഇവർ രണ്ടുപേരും T2, T3 ആൻഡ് TWയിലായിരിക്കും ആക്റ്റീവ് ലോ ആവുക. നെക്സ്റ്റ് ഇസ് റെഡി സിഗ്നൽ. റെഡി സിഗ്നൽ ഓൾവേസ് ആക്റ്റീവ് ഹൈ ആണ്. അതായത് സ്ലോ ഡിവൈസസ്, നമ്മുടെ പ്രൊസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ലോ ഡിവൈസ് അല്ലെങ്കിൽ മെമ്മറി അതിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തു എന്ന് അക്നോളജ് ചെയ്യാനാണ് റെഡി സിഗ്നൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് DT/R ബാർ. ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്നാണ് സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതെന്തിനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ, ഒരു ബൈ ഡയറക്ഷണൽ ബഫറിലേക്കുള്ള ഡാറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാനാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു ഹൈ വാല്യൂ ആണെന്ന് ഉദ്ദേശിച്ചാൽ പ്രൊസസ്സറിൽ നിന്ന് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെന്നും, ഇത് ലോ വാല്യൂ ആണെങ്കിൽ പ്രൊസസ്സർ ഡാറ്റ റിസീവ് ചെയ്യുകയാണെന്നുമാണ് മീനിങ്. ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്ന് പറയുന്ന സിഗ്നൽ വഴി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ വാല്യൂ ആകുമ്പോൾ പ്രൊസസ്സർ ഡാറ്റ ഔട്ട് ചെയ്യണു, ലോ വാല്യൂ ആകുമ്പോൾ ഡാറ്റ റിസീവ് ചെയ്യണു. ദെൻ നെക്സ്റ്റ് ഇസ് DEN ബാർ, ഡാറ്റ എനേബിൾഡ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ ബസ്സിലൊരു വാലിഡ് ഡാറ്റ പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഡാറ്റ എനേബിൾ DEN ബാർ എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഇത് T2ൻ്റെ മിഡിൽ തൊട്ട് T4 വരെയായിരിക്കും ആക്റ്റീവായിട്ട് കാണാൻ പറ്റുക. ദെൻ ലാസ്റ്റ് ഈസ് റൈറ്റ് സിഗ്നൽ. റൈറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവ് ലോ ആയിരിക്കും. പ്രൊസസ്സർ ഒരു മെമ്മറി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനോ ഡാറ്റ റൈറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് ഇത് ആക്റ്റീവ് ലോ ആയിട്ട് മാറുക. എന്ന് പറയുന്നത് 8086ന് മിനിമം മോഡിലും മാക്സിമം മോഡിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. മിനിമം മോഡ് എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ പ്രൊസസ്സറായിട്ടും മാക്സിമം മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മൾട്ടി പ്രൊസസ്സർ സിസ്റ്റമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ min/mx ബാർ എന്ന് പറയുന്നൊരു സിഗ്നൽ ഉണ്ട്. അതിൽ 1 വാല്യൂ ആണെങ്കിൽ മിനിമം മോഡിലും 0 വാല്യൂ ആണെങ്കിൽ മാക്സിമം മോഡിലും ആയിരിക്കും ആ പ്രൊസസ്സർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സിംഗിൾ പ്രൊസസ്സറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിന് കുറച്ചധികം കമ്പോണൻസും കൂടെ ആവശ്യമുണ്ട്. ലാച്ചസ്, ട്രാൻസീവേഴ്സ്, ക്ലോക്ക് ജനറേറ്റർ ആൻഡ് മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ ക്ലോക്ക് ജനറേറ്റർ എന്ന് പറയുന്നത്
സിസ്റ്റം ക്ലോക്കുമായിട്ട് ഇതിനെ സിങ്ക്രണൈസ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഇതിൽ 20 ബിറ്റ് അഡ്രസ് ലൈനും 16 ബിറ്റുള്ള ഡാറ്റ ലൈൻസും യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 8086ന് 3 ഒക്ടൽ അഡ്രസ് ലാച്ചസ് ആൻഡ് 2 ഒക്ടൽ ഡാറ്റ ബഫേഴ്സ് ഈ ഡാറ്റ അഡ്രസ് സെപ്പറേഷന് വേണ്ടി നീഡഡാണ്. ലാച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാച്ചസ്. ട്രാൻസ് റിസീവേഴ്സ് അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ ബഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ് ഡാറ്റ ബസ് മൾട്ടിപ്ലക്സ്ഡ് ഫോർമാറ്റിൽ വാലിഡ് ആയിട്ടുള്ള ഡാറ്റേനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് ട്രാൻസ് റിസീവേഴ്സ്. ഇനി ഇത് രണ്ടിനെയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് DN ബാർ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്ന് പറയുന്ന സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ സെപ്പറേഷൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി മിനിമം മോഡിൽ റീഡ് ഓപ്പറേഷൻ എങ്ങനെയാണ്? ഒരു റീഡ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 സ്റ്റാർട്ടിങ്ങിൽ ALE ഹൈ ആയിരിക്കും. അതിൻ്റെ ഒരു ഫിഗർ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ജനറൽ ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് റീഡ് സൈക്കിളിൽ T1 തൊട്ട് T4 വരെയുള്ള ക്ലോക്ക് സൈക്കിൾസ് ഉണ്ടാവും. അതിൽ T1 ക്ലോക്ക് സൈക്കിളിൽ ALE അഡ്രസ് ലാച്ച് എനേബിൾ ഹൈ ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ഒരു വാലിഡ് അഡ്രസ് ലൈൻസിൽ പ്രസൻ്റ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ അഡ്രസ് ആൻഡ് സ്റ്റാറ്റസ് ലൈൻസ് അതിനനുസരിച്ച് ALE ഹൈ ആവുമ്പോൾ A16 to A19 വരെയുള്ള അഡ്രസ് ലൈൻസും ഹൈ ആവും. അതിന് കറസ്പോണ്ടിങ്ലി S7 to S3 വരെയുള്ള സ്റ്റാറ്റസ് ലൈൻസ് ലോ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ അത് ഓട്ടോമാറ്റിക്കലി ഹൈ ആവും. S3 to S7 ഹൈ ആവും. ഇനി ദെൻ അഡ്രസ് ആൻഡ് ഡാറ്റാ ബസ്സുകളുണ്ട്. അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ALE ഹൈ ആവുമ്പോൾ A0 തൊട്ട് A15 വരെ ആയിട്ടുള്ളതായിരിക്കും ഹൈ വാല്യൂ കാണിക്കുക. റിമൈനിങ് സെക്ഷനിൽ ഡാറ്റ ലൈൻസ് ആയിരിക്കും ഹൈ ആവുക. ഇനി റീഡ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ റീഡ് ബാർ ആയതുകൊണ്ട് അത് ആക്റ്റീവ് ലോ ആയിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ T2 എന്ന് പറഞ്ഞ ക്ലോക്ക് സൈക്കിളിൻ്റെ മിഡിൽ തൊട്ടായിരിക്കും റീഡ് സിഗ്നൽ ആക്റ്റീവ് ലോയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഡാറ്റ എനേബിൾ എന്ന് പറയുന്ന DN ബാർ എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ട്. അതായത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഡാറ്റ കറസ്പോണ്ടിങ് അഡ്രസ്സിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന്, ആ ഡാറ്റ എനേബിൾ ആയോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈഡ് ആവുന്നതാണ് DN. അത് ആക്റ്റീവ് ലോ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് T2 മിഡിൽ ഓഫ് T2 തൊട്ട് T4 വരെയാണ് അത് ആക്റ്റീവ് ആവുക. അപ്പോൾ ആ സെക്ഷനിലായിരിക്കും നമ്മുടെ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്ന് പറയുന്ന സിഗ്നൽ നമ്മുടെ പ്രോസസ്സറിൽ നിന്ന് ഡാറ്റ ഔട്ടാണോ അല്ലെങ്കിൽ പ്രോസസ്സറിലേക്ക് ഡാറ്റ ഇന്നാണോ ചെയ്യുന്നതെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലോ വാല്യൂ ആണ് വരുന്നതെന്ന് ഇവിടെ ഒരു ആക്റ്റീവ് ലോ ആയിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് പ്രൊസസ്സർ റിസീവ്സ് ഡാറ്റ. ദാറ്റ് മീൻസ് അത് റീഡ് സംതിങ് ഫ്രം മെമ്മറി. അതുകൊണ്ടാണ് അത് ആക്റ്റീവ് ലോ ആവുന്നത്. ഇതാണ് 8086 മിനിമം മോഡിലായിരിക്കുന്ന സമയത്തുള്ള റീഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റൈറ്റ് സൈക്കിൾ സംഭവിക്കാം. അതായത് പ്രൊസസ്സറിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടൈമിംഗ് ഡയഗ്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ക്ലോക്ക് സിഗ്നൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. പിന്നെ ALE എന്ന് പറഞ്ഞാൽ അഡ്രസ് ലൈൻസ് ഏത് ലൊക്കേഷനിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത്, ആ അഡ്രസ്സ് അവൈലബിൾ ആണോ, വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സ് അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അഡ്രസ് ലാച്ച് എനേബിൾ. കറസ്പോണ്ടിങ്ലി അഡ്രസ് ലൈൻസ് എല്ലാം ഹൈ ആവും. A0 തൊട്ട് A19 വരെയുള്ള അഡ്രസ് ലൈൻസ് ഹൈ ആവും. കറസ്പോണ്ടിങ് ഡാറ്റ ലൈൻസ് അപ്പോൾ ഡിസേബിൾ ആവും. ദെൻ അതിനുശേഷം സ്റ്റാറ്റസ് ബിറ്റുകൾ എന്താണോ ഏത് സെഗ്മെൻറ്റ് രജിസ്റ്ററിലേക്കാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അനുസരിച്ച് S3, S4, S5, S6, S7 പോലുള്ള സ്റ്റാറ്റസ് ലൈൻസ് ഹൈ ആവുകയും ലോ ആവുകയും ചെയ്യും. ദെൻ റൈറ്റ് സിഗ്നലാണ്. ഇൻസ്റ്റെഡ് ഓഫ് റീഡ് സിഗ്നൽ ഇവിടെ നമ്മൾ റൈറ്റ് സിഗ്നലാണ് ഇഷ്യൂ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ റൈറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് റൈറ്റ് ബാറുള്ള സിഗ്നൽ ആയതുകൊണ്ട് തന്നെ അത് ആക്റ്റീവ് ലോ ആവുമ്പോഴായിരിക്കും റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ T2 എന്ന് പറയുന്ന ക്ലോക്ക് സൈക്കിൾ തൊട്ടാണ് അത് ആക്റ്റീവ് ലോ ആവുക. അപ്പോൾ അവിടെ റൈറ്റ് ഓപ്പറേഷൻ നടക്കും. ആ സ്പെസിഫൈഡ് ലൊക്കേഷനിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ തുടങ്ങും. DN ബാർ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ആയ മീൻസ് എന്താണ്, നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഓപ്പറേഷൻ പെർഫോം ആയോ ഇല്ലയോ എന്നാണ് DN ബാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ആക്റ്റീവ് ലോ ആവുന്നത് റൈറ്റ് നടക്കുന്ന സിറ്റുവേഷൻസിലായിരിക്കും. ദെൻ ഇവിടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ഹൈ ആയിക്കാൻ മീൻസ് പ്രോസസ്സർ ഈസ് റൈറ്റിംഗ് സംതിങ് ടു മെമ്മറിയാണ്. ഡാറ്റ ഔട്ട് ആണ്, പ്രോസസ്സറിൽ നിന്ന് ഡാറ്റനെ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്ന് പറയുന്നത്
ആക്റ്റീവ് ഹൈ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെയാണ് പ്രോസസ്സർ മിനിമം മോഡിൽ ആക്ട് ചെയ്യുന്ന സമയത്തുള്ള റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളിൻ്റെയും കറസ്പോണ്ടിങ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.